അതാ നോക്കൂ മുറ്റത്തൊരു മൈന. വിക്രമൻ സാറിനെ വിലക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന ആരാണ് എന്നുള്ളത് അദ്ദേഹം ആ സമയത്ത് ഏതെങ്കിലും രീതിയിൽ പങ്കുവച്ചിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും കണ്ണന്തിനും ഒപ്പിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ഇവിടുന്ന് സ്ഥലം വിട്ടോ. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു ഒരു പേരുണ്ട്, ഈ കണ്ണാടി ഈ കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ മാറി വെക്കുന്ന ഒരാള്. പേര് അദ്ദേഹം പറഞ്ഞില്ല. എല്ലാം ചേട്ടായി തന്നെ പറയൂല്ലോ, അങ്ങ് പറ. കൂളിംഗ് ഗ്ലാസ് പക്ഷെ എല്ലാവർക്കും അറിയാം ആരായി കൂളിംഗ് ഗ്ലാസ് മാറ്റി വെക്കുന്ന ആളെന്ന്. സാറിന് അറിയാമല്ലേ കൂളിംഗ് ഗ്ലാസ് എനിക്കൊരു വീക്കിങ്സ് ആണെന്ന്. ചിലപ്പോ എന്നെ സെറ്റ് ചെയ്ത് ഇറക്കി വിടുമെന്ന് പറഞ്ഞതാ ഈ മമ്മൂട്ടി. അതായത് ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കാണിക്കാൻ പറയും, ലക്ഷ്മി ഗോപാലസ്വാമിയുടെ കോസ്റ്റ്യൂം, ഓർണമെന്റ്സ് എല്ലാം കാണിക്കാൻ പറയും. എന്തിന് നീ വെറുതെ ഒരേ നമ്പർ എടുക്കല്ലേ? ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കൊണ്ട് കാണിച്ചപ്പോ ഇതിൽ നിന്ന് ഒരെണ്ണം പോലും കൊടുത്തു പോയി. ഇതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം പാക്കപ്പ് ചെയ്യുന്നു പറഞ്ഞു. അവൻ കയ്യിന്നിട്ട് പറഞ്ഞതാ. നമുക്ക് അതിലിടുന്ന കോസ്റ്റ്യൂം എന്ന് വെച്ചാൽ വളരെ വില കുറഞ്ഞതാണ്. നമുക്കുള്ള കോസ്റ്റ്യൂം ഇച്ചിരി നല്ല രീതിയിൽ വരണം, ബാക്കിയുള്ളവരെല്ലാം താന്നിരിക്കണം എന്നുള്ള ഒരു പ്രകൃതിക്കാരനാണ് പുള്ളി. എന്ത് തസ്പസ്ത മനസ്സാടാ നിന്റെ. ഏത് നല്ല കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഒരു കോസ്റ്റ്യൂമർ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നിരുന്നാൽ പുള്ളിക്ക് പിടിക്കില്ല. നിനക്കെന്തിനടാ ഇത്രയും ഭംഗി? ഭംഗി കുറയ്ക്ക് പിടിച്ചേ. അങ്ങനെ മഹി എന്ന് പറഞ്ഞൊരു കോസ്റ്റ്യൂമർ അയാളുടെ ഇതായിരുന്നു. മഹിയെ തന്നെ ആ സെറ്റിൽ നിന്ന് പറഞ്ഞു വിടാൻ ഒരു സമയം ഉണ്ടായിരുന്നു. എന്തെല്ലാം എഴുതി വാങ്ങിക്കാണ്ടോ അതെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് അവൻ എന്തെല്ലാം കൊടുക്കാണല്ലോ അത് കൊടുത്തും വെച്ച് അവനെ പിരിച്ചുവിട്ടേക്ക്. ഇപ്പൊ മമ്മൂട്ടി വെച്ച് ഞാനൊരു പടം എടുക്കാൻ തീരുമാനിച്ചാൽ ഇത് തീർന്നില്ലേ? ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞ് തീരില്ല. എന്റെ മമ്മൂട്ടി വന്ന് ചോദിക്കാം, സാർ അങ്ങനെ എനിക്കൊരു ഡേറ്റ് തരണം. ഏതാ വിളിച്ച് പറയാന്നറിയില്ല. വല്ലാതെ പേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? ആദ്യത്തെ ചോദ്യം ആരൊക്കെയാ കൂടെ ഉള്ളത്? അപ്പൊ ഞാൻ പറയും ഇങ്ങനെ തിലകൻ. തീർന്നു. എനിക്ക് ഡേറ്റ് ഇല്ല. അവരൊക്കെ അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. പക്ഷെ മമ്മൂട്ടിയെ കൊണ്ട് എടുക്കണമെന്ന് പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും നിർബന്ധമുണ്ട്. അപ്പൊ പിന്നെന്താ മാർഗം? ചേട്ടനെ ഒഴിവാക്കുക. ആ എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.